എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. +1 പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP പുറത്തുവിട്ടു. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ളതും മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെൻറ്റ് ലിസ്റ്റായ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പുറത്തു വിടുമെന്നാണ് അറിയിച്ചത്. പക്ഷേ പുലർച്ചെ തന്നെ പുറത്തു വിടുകയും ചെയ്തു. നമ്മളത് വിദ്യാർത്ഥികളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. നമുക്കതിൻ്റെ പിന്നാലെ വന്ന സർക്കുലർ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം 2025 അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് 2025 ജൂൺ 3 രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ സർക്കുലറിൽ പറഞ്ഞ നാളെ രാവിലെ 10 മണിയോടെ പ്രസിദ്ധീകരിക്കുള്ളത് അലോട്ട്മെൻറ്റ്. ബട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റ് ലഭ്യമാണ്, റിസൾട്ട് ലഭ്യമാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലെന്ന് ഇപ്പോൾ തന്നെ കയറി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ എന്ത് ചെയ്യുക, hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ശേഷം അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് നിലയ്ക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രസ്തുത പേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുന്ന ലിങ്കിലൂടെ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ച് പ്രവേശനത്തിന് രക്ഷിതാവിനോടൊപ്പം ഹാജരാവണം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ എന്ത് ചെയ്യണം, ജൂൺ 3 രാവിലെ 10 മണി മുതൽ, നാളെ രാവിലെ 10 മണി മുതൽ ജൂൺ 5 വൈകിട്ട് 5 മണിക്ക് മുമ്പായി പ്രവേശനം ലഭിച്ച സ്കൂളിൽ എന്ത് ചെയ്യണം, ഹാജരാവണം. അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് പ്രിൻ്റ് എടുത്ത് നൽകുന്നതാണ്. അലോട്ട്മെൻറ്റ് ലെറ്റർ അഡ്മിഷൻ സമയത്ത് എന്ത് ചെയ്യും, സ്കൂളുകളിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് നൽകും. ആദ്യ അലോട്ട്മെൻറ്റിൽ 1ാമത്തെ ഓപ്ഷൻ ലഭിച്ചവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം സമയത്ത് അടയ്ക്കേണ്ട ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ്, വേരിഫിക്കേഷന് ശേഷം സ്കൂൾ കൊടുക്കേണ്ട അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. അതായത് 1ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥിനികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. നിങ്ങൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തി കാണും. അത് നോക്കിയിട്ട് അടയ്ക്കണം. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ അടയ്ക്കണം. മറ്റ് ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാം. 1ാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ഥിരപ്രവേശനം വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ താൽക്കാലിക പ്രവേശനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, ഫീസ് അടയ്ക്കേണ്ടതില്ല. താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഉയർന്ന ഓപ്ഷനുകൾ മാത്രം റദ്ദാക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടർന്ന് അലോട്ട്മെൻറ്റ് നോക്കട്ടെ. താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഏതാനും ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ, അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഓപ്ഷനുകൾ റദ്ദ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപേക്ഷ നിങ്ങൾ പ്രവേശനം ലഭിച്ച സ്കൂളിൽ അപേക്ഷ നൽകണം. എന്ത് ചെയ്യാൻ വേണ്ടി, റദ്ദ് ചെയ്യാൻ വേണ്ടി.
താൽക്കാലിക അഡ്മിഷൻ നേടാതിരിക്കുന്നവരെ ഒരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവേശനം നേടിയില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഒരു കാരണവശാലും ആ വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നതല്ല, പരിഗണിക്കുന്നില്ല. ആദ്യ അലോട്ട്മെൻറ്റിൽ ഇടം നേടാത്തവർ അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായി കാത്തിരിക്കുക. ഇനി കിട്ടാത്തവർ, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പോയി കാത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിശ്ചിത സമയത്ത് തന്നെ പ്രവേശനത്തിന് ഹാജരാകണം. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ എന്ത് ചെയ്യണം? ജൂൺ 3 രാവിലെ 10 മണി മുതൽ ജൂൺ 5 വൈകിട്ട് 5 മണിക്കുള്ളിൽ ഒരു സമയത്തിനകം ഹാജരാവണം. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഒന്നാമത്തെ പേജിൽ ഹാജരാകുന്ന രേഖകളുടെ വിവരങ്ങൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന 2ാം സെമസ്റ്റർ ഭാഷയും രേഖപ്പെടുത്തി രക്ഷികർത്താവും ഒപ്പുവെച്ചിരിക്കണം. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞാൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ഷീറ്റാണ് ഉദ്ദേശിക്കുന്നത്. വിടുതൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, അതെന്തെങ്കിലും നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യം ഉള്ളവർ മാത്രം പ്രസ്തുത സർട്ടിഫിക്കറ്റുകൾ അസൽ ഹാജരാക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം അനുവദിക്കുക. അതായത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അതാത് ബോർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടി, ഹാജരാക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് സമയം എന്ത് ചെയ്യും? അനുവദിക്കുന്നതാണ്. പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുന്ന യോഗ്യത തെളിയിക്കുന്ന പകർപ്പുകൾ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ പ്രത്യേക റിസൾട്ടിൻ്റെ സാധ്യത ഉറപ്പുവരുത്തണം. പ്രവേശന സമയത്ത് വിടുതൽ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമായും ഹാജരാക്കണം. TCയും പിന്നെ നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TCയും പിന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും മറ്റു ഓപ്ഷനില്ല, പ്രവേശന സമയത്ത് ഹാജരാക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോടൊപ്പം പ്രവേശനത്തിന് ഹാജരാകേണ്ടതാണെന്ന് പൊതുവിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി വിഭാഗം ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരെ, ബൈ നെയിം ഇസ് ദ ഫൗണ്ടർ ഓഫ് ഫോർ വാച്ചിങ്. ബൈ.